അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. അപ്പോൾ അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്ന് പറയുന്നത് ഹെയർ ഡൈ ആണ്. അപ്പോൾ തലേദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസമാണ് നമുക്കതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ ചെയ്തത് കാണിച്ചു തരാം. ഞാൻ തലേദിവസം വൈകിട്ടാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ പോകരുത്, കമൻറ്റ് ചെയ്യാതെ പോകരുത്. അപ്പം നമുക്ക് ഈ ഹെയർ ഡേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതെങ്ങനെയാണ് തലയിൽ പറ്റുന്നതും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കാണാവേ. ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കത് തലയിലൊന്ന് പുരട്ടി അതിൻ്റെ റിസൾട്ടും ഒക്കെ ഒന്ന് കാണാമേ. നമുക്ക് ഈ ഡൈ ഉണ്ടാക്കാനായിട്ട് നെല്ലിക്കാപ്പൊടി ഇപ്പം ഞാനിത് 2 സ്പൂണാണ് എടുക്കുന്നത്. 2 സ്പൂൺ നമ്മുടെ മുടിയുടെ അനുസരിച്ചാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കയ്യോന്നി, അതും 2 സ്പൂണാണ് വേണ്ടത്. കയ്യോന്നിയൊക്കെ മുടി കറക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഹെന്ന. അത് നമുക്ക് ഒരുപാട് വേണ്ട കേട്ടോ. ഒരുപാട് നമ്മൾ ഹെന്നപ്പൊടി ചേർക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മുടി ചുമന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ പൊടി മതി, ഹെന്നപ്പൊടി. ഇത് മതി, ഹെന്നപ്പൊടി ഇത് മതി. ഇത്രയും സാധനവും കൂടെ നമുക്കിനി ചീനിച്ചട്ടിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. പൊടി വറുത്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് നല്ലപോലെ തേയിലപ്പൊടി ഇട്ട് കടിഞ്ചായ നല്ല കടുപ്പത്തി തിളപ്പിച്ചെടുക്കണേ. നല്ല കടുപ്പത്തി, ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വെക്കാം. ഇരുമ്പ് ചീനിച്ചട്ടിയാണേ നമുക്ക് നല്ല ഇതിനൊക്കെ എടുക്കാനായിട്ട്. ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അതിനകത്തോട്ട് തീ കുറച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് വറുത്ത് തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറുന്നിടം വരെ നമ്മളിതിനകത്തിട്ട് വറുത്തെടുക്കണേ. ഇപ്പം കയ്യൊന്നിയാണെങ്കിലും നെല്ലിക്കാണെങ്കിലും ഒക്കെ മുടി കറക്കാൻ നല്ലതാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ പൊടി എന്നൊക്കെ പറയുന്നത് നല്ല കമ്പനിയുടെ പൊടി മേടിക്കുക. ഞാൻ കൂടുതലും അങ്ങാടിക്കടയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പം നല്ല കമ്പനിയുടെ പൊടി നമുക്ക് കിട്ടും. അങ്ങാടിക്കടയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതിന് മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, ഈ പച്ചമരുന്നൊക്കെ ഓരോ ഇതിനൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങാടിക്കടയിലൊക്കെ നല്ല ബ്രാൻഡിൻ്റെ പൊടികളായിരിക്കും ഇരിക്കുന്നത്. പിന്നെ കമ്പനിയൊന്നും പേരില്ലാത്ത സൈസ് പൊടികൾ മേടിക്കാതിരിക്കുക. പിന്നെ വനശ്രീയുടെ നല്ലതാണ് കേട്ടോ. ഞാൻ വനശ്രീയുടെയാണ് ഇൻഡിഗോ പൗഡറൊക്കെ മേടിക്കുന്നത്. അതൊക്കെ നല്ല ഇതാണ്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം ഇത് നല്ലപോലെ ഒന്ന് കളറൊന്ന് മാറട്ടെ. ഈ ഒരു കളർ മാറി ഒരു ചെറിയ കറുപ്പ് കളറൊന്നാകട്ടെ. ഇത് ഈ ഒരു കറുപ്പ് കിട്ടിയാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് കറുത്ത് കരിഞ്ഞു പോകരുത്. ഈ ഒരു കറുപ്പ് കിട്ടിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ തേയിലവെള്ളം നമ്മളെടുത്ത് വെച്ചേക്കുന്നില്ലേ, ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കങ്ങ് ഒഴിക്കാതെ. തീ ഓഫ് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എനിക്ക് എപ്പോഴും പറ്റുന്നൊരവസ്ഥ കേട്ടോ, പൊടിയെല്ലാം കൂടെ അങ്ങ് പറക്കും. ഇത് കണ്ടോ, നല്ല കറുപ്പ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ദിവസം മുഴുവനും
ഒരു രാത്രി ഇപ്പോൾ ഞാൻ വൈകിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ രാവിലെ ചെയ്യുന്നെങ്കിൽ വൈകുന്നേരം വരെ വെക്കുക, അല്ലാതെ വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ വരെ. ഇതിനകത്ത് ഒരു സാധനവും കൂടി ചേർക്കാനുണ്ട്. ഈ ചൂടൊന്ന് ആറിയിട്ട് വേണം നമുക്കത് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട്. അതെന്നാന്നുള്ളത് ഇത് തണുത്തതിന് ശേഷം ഞാൻ പറയാവേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഇൻഡിഗോ പൗഡറാണ്. ഇത് ചൂടാറിയതിന് ശേഷമേ ഇതിലേക്ക് ചേർക്കാവുള്ളൂ കേട്ടോ. ചൂടോടുകൂടി ഇട്ട് കൊടുക്കരുത്. അതേ അളവിൽ തന്നെ നമുക്ക് ചേർക്കണം കേട്ടോ. 2 സ്പൂണാണ് ചേർക്കേണ്ടത്. ഈ സ്പൂണിനകത്ത് ഇച്ചിരി പിടിച്ചിരുന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. എന്നിട്ട് ഇതും ഇതിനകത്തോട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കട്ടൻ ചായ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ നമ്മൾ ലൂസാക്കി വേണം കുഴച്ച് വെക്കാനായിട്ട്. ഒത്തിരി ടൈറ്റാക്കി വെക്കരുത്. രാവിലെ നമ്മൾ എന്നിട്ട് ഇതിനകത്ത് വേറൊന്നും ചേർക്കാനായിട്ട് ഇതാകരുത്. അതുകൊണ്ടാണ് ഇച്ചിരി ലൂസാക്കി ചെയ്ത് വെക്കാൻ പറയുന്നത്. ഇതിപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതൊരു ഇച്ചിരി കൂടി തിക്കാകും. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ ഇതിനകത്തോട്ട് കട്ടൻ ചായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രാവിലെ എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒന്നും ചേർക്കരുത്. ഇതിനി മൂടി വെച്ചാൽ മതി, രാവിലെ എടുത്താൽ മതി. ഇതുണ്ട്, ഇപ്പം തന്നെ കറുപ്പായി. ഇതേണ്ട ഇതുപോലെ ലൂസാക്കി വേണം കുഴച്ച് വെക്കാനായിട്ട്. കാര്യം നമ്മുടെ തല പരട്ടി ഒലിച്ച് പോകുന്ന രീതി. രാവിലെ ഇത് കറക്റ്റ് അളവായിക്കോളും കേട്ടോ. നമ്മുടെ ഡൈ നല്ലപോലെ സെറ്റായി കേട്ടോ. ഇന്നലെ വെള്ളം ഒഴിച്ചത് കറക്റ്റായിരുന്നു. ഇന്ന് നമുക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട. വെള്ളമല്ല, കട്ടൻ ചായയാണ് നമ്മൾ ചേർക്കണമെങ്കിൽ തന്നെ ചേർക്കുന്നത്. ഇതുണ്ട്, നല്ല കറുപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഒരു ശകല ബ്രൂവിൻ്റെ പൊടിയും കൂടെ ചേർക്കണേ. ബ്രൂവിൻ്റെ പൊടി തന്നെ ചേർക്കുന്നതാണ് നല്ലത്. കാപ്പിപ്പൊടിയേക്കാൾ നല്ലത് ബ്രൂവിൻ്റെ പൊടിയാണ്. എന്നിട്ട് അതും കൂടി ഇതിനകത്തോട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് തലയിൽ പുരട്ടാം. ഇത് കണ്ടോ, നല്ല കറുപ്പ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഡൈ എല്ലാം സെറ്റായി കേട്ടോ. അതെല്ലാം സെറ്റായി. ഇനി തലയിൽ പറ്റാനായിട്ട് പോവാം. അപ്പോൾ 6 തലയിലാണ് പറ്റുന്നതെന്നുള്ളത് കാണാം കേട്ടോ. എന്നും ഞാൻ എൻ്റെ മുടിയെ പറ്റുമ്പോൾ നിങ്ങൾ പറയുമല്ലോ അവിടെ നരയില്ല ഇവിടെ നരയില്ല. അതുകൊണ്ട് ശരിക്കും നരയില്ല ഒഴുകിയില്ല, ഇവിടെയൊക്കെ നരയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ശരിക്കും ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തതാണ്. നരയുണ്ട് തലയിൽ, അത് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു എനിക്ക് ഞാൻ പരട്ടുമ്പോൾ അറിയാൻ പറ്റാത്തപ്പോൾ. അപ്പം നരച്ച മുടിയെ പറ്റി കാണിക്കാൻ പറയുന്നു. ചേട്ടൻ്റെ ഭയങ്കര നരയൊന്നുമില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി നരയുണ്ട്. അതിലോട്ട് ഞാൻ പരട്ടി കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം നമുക്ക് മുടിയെ പരട്ടാൻ തുടങ്ങാം. ഇത് കണ്ടോ, ഇങ്ങനെ നരയാണ്. അപ്പം ഇതിലേക്കാണ് നമ്മൾ ഇനി പരട്ടുന്നത്. അപ്പം നരയുള്ള മുടിയിൽ പരട്ടി കാണിക്കാനെന്നല്ലേ എപ്പോഴും പറയുന്നത്. ഇത് വേണ്ട, നരയുള്ള മുടിയാണ്. ഇത് വേണ്ട, ഇങ്ങനെ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ട്. പിന്നെ ഈ സൈഡിലാണുള്ളത് കൂടുതലായിട്ട്. അപ്പോൾ നമുക്ക് തലയുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലാം ഉണ്ട്. നമുക്കിനി ഇത് പരട്ടാം കുറേശ്ശെ.
അതുപോലെ തന്നെ തലമുടി നല്ലപോലെ ഒന്ന് ഷാമ്പൂ ഇട്ട് കഴുകിയതിന് ശേഷമേ ഇത് പുരട്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ ഷാമ്പൂ ഇട്ട് കഴുകാതെ പുരട്ടല്. അതുപോലെ സ്കാൽപ്പിലേക്ക് ചേർത്ത് വേണം നമ്മളിത് പുരട്ടി കൊടുക്കാൻ. എന്നാലും മുടിയുടെ ചുവട്ടിൽ നിന്നേ കറുപ്പ് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ പുറം മാത്രം കറുത്തിരിക്കും, അകമെല്ലാം അങ്ങ് വെളുത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുറേശ്ശെ പുരട്ടാം. ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്കിങ്ങനെ പുരട്ടി കൊടുക്കാണ്ട്. ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നല്ല ഇതായിട്ട് പുരട്ടി കൊടുക്കാൻ പറ്റും. പിന്നെ ഇടുന്ന ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കാതിരിക്കുക. എത്രയാണെങ്കിലും നമ്മളിത് പെട്ടുമ്പോൾ ഇതിൻ്റെ ഒരു ശകല വേലും തുണിയിലോട്ട് വീഴും. അത് തുണിയെ കറുപ്പ് കളറാകും. അതുകൊണ്ട് ഏതെങ്കിലും പന്ന തുണിയോ എന്തെങ്കിലും എടുത്ത് മേത്ത് ഇട്ടതിന് ശേഷം മേത്തും വീഴാത്ത രീതിയിൽ പുരട്ടുക. ഒരു ചീപ്പ് കൊണ്ട് ഇങ്ങനെ നമ്മൾ എടുക്കാനുണ്ടല്ലോ, ചൂടി ചേർത്ത് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം കുറ്റി കുറ്റിയായിട്ടുള്ള മുടികളാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഞാൻ അങ്ങനെ അങ്ങ് പുരട്ടിയത്. മുടി ഇച്ചിരി ഇതായിട്ടുള്ളിടത്തോട്ട് രണ്ട് ഇങ്ങനെ ചീപ്പ് കൊണ്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ കുറേശ്ശെ 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 ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. ഞാനിത് തല മുഴുവനും പുരട്ടിയിട്ട് നമുക്കിനി കാണാൻ ഒത്തിരി നേരം സമയം എടുക്കും. തലയിൽ മുഴുവനും തേച്ചിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല തുണിയിലൊക്കെ വീഴും. അപ്പോൾ അതുകൊണ്ട് നല്ല ഡ്രസ്സുകൾ വന്നിട്ടുകൊണ്ടിരിക്കില്ല. ഇതുകൊണ്ട് അത് കറ പിടിച്ചേക്കുന്നുണ്ടോ, അങ്ങനെ കറുത്ത കളർ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് തുണി എണ്ണയിലിട്ട് വെച്ച് നല്ല ഡ്രസ്സുകൾ ഉപയോഗിക്കണമെന്ന്. തലയിൽ മുഴുവനും പുരട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു മണിക്കൂർ, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ. എന്നിട്ട് 1 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് തലമുടി ഒന്ന് വാഷ് ചെയ്യാം. ഷാമ്പൂ ഇട്ടൊന്നുമല്ല, ചുമ്മാ നോർമൽ വാട്ടറിൽ സാധാരണ നമ്മൾ തലമുടി കഴുകുന്നതല്ല കഴുകിയെടുക്കാവേ. കുളിയൊക്കെ കഴിഞ്ഞ് തലമുടിയെല്ലാം നല്ലപോലെ കഴുകട്ടെ. നല്ല കറുപ്പായിട്ടുണ്ട്. സൈഡൊക്കെ ആയിരുന്നു നമ്മൾ നല്ലപോലെ നനച്ചിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം നല്ലപോലെ കറുപ്പായിട്ടുണ്ട്. ഇത് കേട്ടോ, ഇവിടെയൊക്കെ നരയായിരുന്നു, അവിടെ എല്ലാം നല്ലപോലെ കറുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുടി ശരിക്കും ഉണങ്ങിയിട്ടില്ല, കഴുകിയിട്ട് നല്ലപോലെ ഇനി ഒന്ന് ഉണങ്ങണം. അപ്പം എല്ലാവരും കണ്ടല്ലോ, നരച്ച മുടിയെ തന്നെയാണ് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഇത് നരച്ച മുടിയെ ചെയ്തില്ല എന്നും പറഞ്ഞ് ആരും പരാതി പറഞ്ഞേക്കല്ലേ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, മുടിക്ക് നല്ല കട്ട കറുപ്പാണ് കിട്ടിയേക്കുന്നത്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡൈ ഒക്കെ ചെയ്ത് ഒരുപാട് അങ്ങോട്ട് ഇതായിട്ടുള്ളവരുടെ മുടിക്കൊക്കെ ചിലപ്പോൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിച്ചത് റിസൾട്ട് കിട്ടത്തില്ല എന്നും പറഞ്ഞ് നിൽക്കരുത്. നിങ്ങളൊന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യും. പിന്നെ ഇത് തല വെക്കുന്നത് സമയം ഞാൻ പറഞ്ഞു, ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ തല വെച്ചാൽ ഇത് റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 2 മണിക്കൂറോളം തലമുടി വെച്ചതിന് ശേഷമാണ് റിസൾട്ട് കിട്ടിയത്. കുറച്ച് നേരം തല വെച്ചിട്ട് അത് കഴുകി കളഞ്ഞിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നും പറയരുത്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ട പൊടികൾ നല്ല കമ്പനിയുടെ പൊടികൾ ഉപയോഗിക്കുക. അത് നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.